കൂടുതൽ വാർത്തയിലേക്ക്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി അർജുനെ കാണാതായിട്ട് ഇന്ന് 8ാം നാളായിരിക്കുന്നു. ഗംഗാവലി നദിയിലെയും കരയിലെയും തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. പുഴയിൽ രൂപപ്പെട്ട മൺകൂനയിൽ പരിശോധന നടത്താൻ ലോങ് എക്സവേറ്ററുകൾ എത്തിക്കുമെന്ന് കർവാർ MLA പറഞ്ഞു. അതേസമയം കർണാടക ഹൈക്കോടതി കർണാടക സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും റിപ്പോർട്ട് അന്വേഷിച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഇപ്പോൾ ഇന്നത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഷിരൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, അർജുനെ കാണാതായി 8ാം നാൾ ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കരയിലെ തിരച്ചിൽ സൈന്യം നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ അപ്പോഴും ഗംഗാവലി നദിയിലെ തിരച്ചിൽ ഈ സ്കൂബ ഡൈവേഴ്സും അതുപോലെ തന്നെ നേവിയും NDRF സംഘവും ചേർന്ന് ഗംഗാവലി നദിയിലെ തിരച്ചിൽ അപ്പോഴും കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരം വൈകിയതോടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആകാശം മേഘാവൃതമായിരുന്നു, ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഷിരൂരിൽ കനത്ത മഴ കൂടി പെയ്യാൻ തുടങ്ങിയതോടെ പുഴയിൽ ഇറങ്ങുക എന്നത് അത്യന്തം ആപത്കരമായി മാറിയിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും ഒരുപക്ഷെ അപകടമുണ്ടാവുന്ന രീതിയിലേക്ക് അത്ര ശക്തമായ അടിയൊഴുക്കാണ് ഗംഗാവലി പുഴയിൽ ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴ കൂടി പെയ്യാൻ തുടങ്ങിയതോടെ ആ നീരൊഴുക്ക് വല്ലാതെ ശക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഷിരൂർ മലയിൽ നിന്നും ഏത് നിമിഷവും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാവുന്ന സ്ഥിതിയുണ്ട്. ഇതിനു മുൻപ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ദിവസം ഇത്തരത്തിൽ കനത്ത മഴ പെയ്തിരുന്നു. അപ്പോൾ ഈ ഗംഗാവലി നദിയിൽ വെള്ളം പൊങ്ങിയിരുന്നു. ഇതുപോലൊരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. ആ മലവെള്ളപ്പാച്ചിലാണ് മറുകരയിലുള്ളവർ അകപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ സ്കൂബ ഡൈവേഴ്സിനും അതുപോലെ തന്നെ NDRF സംഘത്തിനും ഇത്രയധികം ഒരു 40ഓളം വരുന്ന ആളുകളെ ആ പുഴയിൽ ഇറക്കിക്കൊണ്ട് തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് കൂടുതൽ ഭീഷണികൾക്ക് നിന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് തിരച്ചിൽ വന്നിട്ടുണ്ട്. സൈന്യം ആദ്യം തന്നെ കരയ്ക്ക് കയറിയിരുന്നു. ഇപ്പോൾ NDRFും നേവിയും സ്കൂബ ഡൈവേഴ്സും ഇന്നത്തേക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എത്തിക്കാനുള്ള ഉപകരണങ്ങൾ എത്താനാണ് ബാക്കിയുള്ളത്. നിലവിൽ 2 ഡ്രഡ്ജിംഗ് മെഷീനുകളും അതുപോലെ തന്നെ ഒരു ഡീപ്പ് ലോങ് ആയിട്ടുള്ള ഒരുപാട് ആഴത്തിൽ പോകാൻ പറ്റുന്ന ഒരു എക്സ്കവേറ്ററുമാണ് എത്തിക്കാനുള്ളത്. അത് ഇന്ന് തന്നെ എത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ ഈ പ്രതികൂലമായ കാലാവസ്ഥ കാരണം അവയ്ക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉപകരണങ്ങളെ ഒന്നുകിൽ ഗോവ തുറമുഖത്ത് നിന്നോ അല്ലെങ്കിൽ മംഗലാപുരം തുറമുഖത്ത് നിന്നോ എയർലിഫ്റ്റ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ജലമാർഗമോ റോഡ് മാർഗമോ കൊണ്ടുവരണമെങ്കിൽ ആ കാലാവസ്ഥ അത്രയധികം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന വേഗതയിൽ ഇവയെയും വഹിച്ചുകൊണ്ട് വാഹനങ്ങൾക്ക് റോഡ് മാർഗമായാലും എത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ നിലവിൽ ഈ ഡീപ്പായിട്ടുള്ള എക്സ്കവേറ്റർ പോലും രാത്രി 10 മണി 12 മണിയോട് കൂടിയാണ് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം നാളെ ഇവയ്ക്ക് പുറമെ ഒരു പുതിയ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ തുടരും. മലയാളിയായ റിട്ടയേർഡ് മേജർ M ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം രക്ഷാദൗത്യത്തിനായി അവിടേക്ക് ഇന്ന് പോവും. ഇവർ ഉപയോഗിക്കുന്നത് IBOD എന്നൊരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ഫലപ്രദമായ സാങ്കേതിക വിദ്യയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതുപയോഗിച്ച് നാളെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അനുപ്രിയ. ശരി, അതുല്യ.